മയ മഴയുടെ പര്യായമാണ്. ഈ വാചകം ഒരേ സമയം പ്രഖ്യാപനവും ചെറുത്തുനിൽപ്പുമാണ്. അതേസമയം തന്നെ അതിലൊരു ചെറുപുഞ്ചിരി വിടരുവോളം തമാശ വർക്ക് ചെയ്യുന്നുമുണ്ട്. ഇതുതന്നെയാണ് മുഹ്സിൻ പരാരി അഥവാ മുരി എന്ന എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അനായാസമെന്ന് തോന്നിക്കും വിധം വാക്കുകൾ ചേർത്ത് വെക്കുന്നതിലാണ് പരാരിയുടെ വിജയം. നിത്യവും നമ്മൾ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രമാണ് പരാരി കോർത്തിണക്കി പുതിയൊരു വാക്കും ഫീലിംഗുമായി പാട്ടുകളിൽ ഉപയോഗിക്കുന്നത്. അഷ്റഫ് ഹംസ സംവിധാനം ചെയ്ത തമാശയിലാണ് പരാരി ആദ്യമായി വരികൾ എഴുതുന്നത്. പുലിക്കോട്ടിൽ ഹൈദർ തുടക്കം കുറിച്ച പാടി ഞാൻ മൂളക്കമാലേ ഒരു പാട്ട് തന്നാലേ എന്ന പാട്ടാണ് പരാരി ആദ്യമായി എഴുതിയ സിനിമാ പാട്ട്. ആദ്യ സ്റ്റാൻസ മാത്രമാണ് പുലിക്കോട്ടിൽ ഹൈദർ എഴുതിയത്. എന്നാൽ അതേ ശൈലിയിൽ ആ പാട്ട് പരാരി പൂരിപ്പിച്ചു എന്നതാണ് മുരിയുടെ പ്രതിഭ. രസം കേറും നീ കൊതിയേറും നീ വേവും നീ ഈ പ്രേമ തള്ളാലേ. പ്രേമത്തള്ള് എന്നൊരു വാക്കാണ് വെച്ചിരിക്കുന്നത്. പ്രേമത്തള്ളിന്റെ അർത്ഥം പ്രേമം, തള്ള് എന്നീ രണ്ട് വാക്കുകൾ കൊണ്ടാണ് പരാരി പ്രേമത്തള്ള് എന്നെഴുതുന്നത്. എന്നാൽ ആ രണ്ട് വാക്കിൻ്റെയും ഫീലിംഗ് അല്ല നമുക്ക് പ്രേമത്തള്ള് എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്നത്. പ്രേമപലഹാരം, കരൾ കുടുക്ക തുടങ്ങി കേട്ടാൽ ഇമ്പമുള്ള നിരവധി വാക്കുകൾ പരാരി ഈ പാട്ടിലൂടെ മലയാളത്തിന് സമ്മാനിച്ചു. ഹലാൽ ലവ് സ്റ്റോറിയിലെ മുഹ്സിൻ എഴുതിയ പാട്ടുകളും മനോഹരമാണ്. സുന്ദരനായവനേ എന്ന് തുടങ്ങുന്ന ഗാനം മലയാളത്തിലെ ഏറ്റവും നല്ല സൂഫി ഗാനമാണെന്ന് തോന്നിയിട്ടുണ്ട്. സൂഫികൾ മാത്രമാണ് ദൈവത്തെ സുന്ദരനായവനെ എന്ന് അത്രമേൽ പ്രേമത്തിൽ അഭിസംബോധന ചെയ്യുകയുള്ളൂ. കാറ്റത്തൊരു പൂവിൻ്റെ മധുരിക്കും മണമായ സുന്ദരനായവനേ. ഒരു പൂവിൻ്റെ മധുരിക്കും മണത്തിനോട് ദൈവത്തെ ഉപമിക്കാൻ സൂഫിസത്തിൽ മാത്രമേ ഇടമുള്ളൂ. ഒരു ബഷീറിയൻ സൂഫിസത്തിൻ്റെ ഭാഷ ഈ പാട്ടിൽ പരാരി നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പാട്ടിൻ്റെ തുടർച്ച തന്നെയാണ് ഹലാൽ ലവ് സ്റ്റോറിയിലെ ബിസ്മില്ല എന്ന പാട്ടും. ചെയ്ത്തായ ചെയ്ത്തെല്ലാം നിന്നിൽ നിന്നുറവായി നിന്നിലൂടൊഴുകുന്നു നിന്നിലേക്കണയുന്നു. സൂഫിസത്തെ ഇത്രത്തോളം സിമ്പിളായി വർണ്ണിക്കാൻ മറ്റൊരാൾക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. ഫാലിമി സിനിമയിലെ കരുണാരസം എന്ന പാട്ടിലും ഇത്തരമൊരു എഴുത്തിൻ്റെ ഭംഗി കാണാം. സുലൈഖ മൻസിലിലെ ഹാലാകെ മാറുന്ന എന്ന പാട്ടും പരാരിയുടെ പാട്ടെഴുത്തു വഴിയിലെ നാഴികക്കല്ലാണ്. പഴയ തനതായ മാപ്പിളപ്പാട്ടുകളെ ഓർമ്മിപ്പിക്കുന്ന ശൈലിയാണ് ഈ പാട്ടിൽ മുഹ്സിൻ സ്വീകരിച്ചത്. അറബി മലയാളം ലിപിയിൽ എഴുതിയിരുന്ന അത്തരം പാട്ടുകൾ ഇത്ര തനിമയോടെ എഴുതാൻ പരാരിക്കല്ലാതെ മറ്റാർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. പരാരിയുടെ അണ്ടർറേറ്റഡായ പാട്ടുകളിൽ ഒന്ന് വൈറസിലെ ടൈറ്റിൽ ട്രാക്കാണെന്ന് തോന്നിയിട്ടുണ്ട്. ആ പാട്ടിൽ എന്ന വരി എന്നും പ്രിയപ്പെട്ടതാണ്. പ്രതീക്ഷയുടെ, നിസ്സഹായതയുടെ, വെളിച്ചത്തിൻ്റെ അങ്ങനെ ഒരുപാട് അനുഭൂതികൾ ആ വരി സമ്മാനിക്കുന്നുണ്ട്. കഠിനകടോരം ഈ അണ്ടകടാഹം എന്ന സിനിമയിലെ പ്രേമക്കത്ത് പാട്ടും വളരെ പ്രിയപ്പെട്ടതാണ്. ഈ പാട്ടിൽ ഒരു വരിയുണ്ട്. ഈ വരിയിൽ കാതൽ എന്നൊരു വാക്ക് പരാരി ഉപയോഗിക്കുന്നുണ്ട്. നീ കാതൽ തന്നു എന്ന് പറയുമ്പോൾ പ്രണയമെന്നും അതല്ല ഉൾക്കാമ്പ് എന്നും നമുക്ക് അർത്ഥം വെക്കാം. രണ്ടായാലും അവിടെ യോജിക്കും. പരാരിയുടെ ഏകദേശം എല്ലാ പാട്ടിലും ഈ ഒരു വേർഡ് പ്ലേ കാണാനാകും. അത് കഴിഞ്ഞു വരുന്ന ഈ വരി ശ്രദ്ധിക്കുക. നീ പോയപ്പോൾ പൂവാടിപ്പോയി, തോട്ടം മരുഭൂമിയായി എന്നാണ് ഈ വരികളുടെ അർത്ഥം. എന്നാൽ പരാരി ഇത് രണ്ടിനും ഉപയോഗിച്ചത് പൂവാടി എന്ന വാക്കാണ്. ഒന്ന് പൂവാടി, രണ്ടാമത്തേത് പൂവാടി, അതായത് പൂന്തോട്ടം. എത്ര രസമായിട്ടാണ് വാക്കുകൾ കൊണ്ട് പരാരി കളിക്കുന്നത്. എന്നാൽ പാട്ടിൻ്റെ ഫീലിങ്ങിനെ ഒരു തരത്തിലും ഇത് ബാധിക്കുന്നില്ല താനും. ഇരട്ടയിലെ പുതുതായൊരു ഇത് എന്ന് തുടങ്ങുന്ന ഗാനവും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട്. മുരിയുടെ മികച്ച വർക്കുകളിൽ ഒന്ന് തന്നെയാണ് ഇരട്ടയിലെ ഈ പാട്ട്. ലളിതമായവ ചേർത്ത് വെച്ച് ആഴം കൂട്ടുന്ന ഒരു മാന്ത്രികത മുഹ്സിൻ്റെ വരികൾക്കുണ്ട്.
മായ മഴയുടെ പര്യായമാണ് എന്ന് പറയും പോലെ